ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തെക്കുറിച്ചാണ്. മലയാളികളുടെ സംഗീത ആസ്വാദന ശീലങ്ങളെ മാറ്റിമറിച്ച ഒരു കാലത്ത് കേരളത്തിലെ ഓരോ വീടുകളിലും പാട്ടുകളുടെ വസന്തം തീർത്ത തരംഗിണി റെക്കോർഡ്സ് എന്ന സംഗീത സാമ്രാജ്യത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസ് സ്വന്തമായി തുടങ്ങിയ ഈ സംഗീത കമ്പനിയുടെ ജനനവും വളർച്ചയും നേരിട്ട പ്രതിസന്ധികളും ഇന്നത്തെ അവസ്ഥയും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ കഥ വെറും ഒരു കമ്പനിയുടെ ചരിത്രമല്ല, മറിച്ച് മലയാള സംഗീത വ്യവസായത്തിന്റെ തന്നെ ചരിത്രമാണ്. തരംഗിണിയുടെ ചരിത്രം തുടങ്ങുന്നതിന് മുൻപുള്ള കേരളത്തിലെ സംഗീത ലോകം എങ്ങനെയായിരുന്നു എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. 1980കളുടെ തുടക്കം വരെ ഗ്രാമഫോൺ റെക്കോർഡുകളായിരുന്നു പാട്ടുകൾ കേൾക്കാനുള്ള പ്രധാന ആശ്രയം. HMV പോലെയുള്ള വലിയ കമ്പനികൾക്കായിരുന്നു ഇതിന്റെ കുത്തക. ഗ്രാമഫോൺ റെക്കോർഡുകൾക്കും റെക്കോർഡ് പ്ലെയറുകൾക്കും വലിയ വിലയായിരുന്നു. അതിനാൽ തന്നെ സാധാരണക്കാർക്ക് അവ വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഭൂരിഭാഗം ജനങ്ങളും പാട്ടുകൾ കേൾക്കാൻ ആശ്രയിച്ചിരുന്നത് റേഡിയോയെ മാത്രമായിരുന്നു. ആഗ്രഹിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക എന്നത് അക്കാലത്ത് ഒരു വലിയ ആഡംബരമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കെ.ജെ. യേശുദാസ് എന്ന അതുല്യ ഗായകൻ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. സാധാരണക്കാർക്കും കുറഞ്ഞ ചിലവിൽ മികച്ച ശബ്ദമിഴിവോടെ പാട്ടുകൾ കേൾക്കാൻ ഒരു അവസരം ഒരുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1977 ചെന്നൈയിലെ അരുണാചലം സ്റ്റുഡിയോയിലെ ഒരു തിയേറ്റർ വാടകയ്ക്കെടുത്താണ് യേശുദാസ് തരംഗിണിയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ കേരളത്തിൽ തന്നെ ഒരു മികച്ച സ്റ്റുഡിയോ തുടങ്ങണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ 1980 നവംബർ 23 തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ തരംഗിണി സ്റ്റുഡിയോസ് ആൻഡ് റെക്കോർഡ്സ് എന്ന പേരിൽ പുതിയ സ്ഥാപനം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. അക്കാലത്തെ കേരള ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലമാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റീരിയോഫോണിക് സ്റ്റുഡിയോയായിരുന്നു തിരുവനന്തപുരത്തെ തരംഗിണി. സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത അത്യാധുനികമായ ഒട്ടാരി 8 ട്രാക്ക് ടേപ്പ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ലഭ്യമായ ഏറ്റവും മികച്ച റെക്കോർഡിംഗ് സൗകര്യങ്ങളായിരുന്നു യേശുദാസ് അവിടെ ഒരുക്കിയത്. തരംഗിണിയുടെ വരവോടെ കേരളത്തിൽ കാസറ്റ് വിപ്ലവത്തിന് തുടക്കമായി എന്ന് പറയാം. വലിയ ഗ്രാമഫോൺ റെക്കോർഡുകളിൽ നിന്നും ചെറിയ കോമ്പാക്ട് ഓഡിയോ കാസറ്റുകളിലേക്കുള്ള മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. വിദേശത്ത് പോയ മലയാളികൾ നാട്ടിലേക്ക് വരുമ്പോൾ ടേപ്പ് റെക്കോർഡറുകൾ കൊണ്ടുവരുന്നത് ഒരു പതിവായി മാറി. ഇതോടെ സാധാരണക്കാരുടെ വീടുകളിലും കാസറ്റുകൾ എത്തിത്തുടങ്ങി. HMVയുടെ കുത്തക തകർത്തുകൊണ്ട് കുറഞ്ഞ ചിലവിൽ തരംഗിണി ജനങ്ങൾക്ക് പാട്ടുകൾ നൽകി. ചില്ല് എന്ന മലയാള സിനിമയിലെ പാട്ടുകൾ അടങ്ങിയ കാസറ്റാണ് തരംഗിണി ആദ്യമായി വിപണിയിൽ ഇറക്കിയത്. സിനിമാ പാട്ടുകൾക്കൊപ്പം തന്നെ മലയാളത്തിൽ മറ്റ് പല പാട്ടുകളും തരംഗിണി പുറത്തിറക്കി. മലയാള ലളിതഗാന ശാഖയിൽ തരംഗിണി ഉണ്ടാക്കിയ മാറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ്. അതുവരെ സിനിമയിലെ പാട്ടുകൾ മാത്രമായിരുന്നു കൂടുതൽ പ്രചാരമുണ്ടായിരുന്നത്. എന്നാൽ സിനിമാ പാട്ടുകളുടെ അതേ നിലവാരത്തിൽ ലളിതഗാനങ്ങൾ ഒരുക്കി തരംഗിണി ആസ്വാദകരെ ഞെട്ടിച്ചു. ശ്രീകുമാരൻ തമ്പി, രവീന്ദ്രൻ മാസ്റ്റർ, MS വിശ്വനാഥൻ തുടങ്ങി അക്കാലത്തെ ഏറ്റവും മികച്ച പ്രതിഭകളെ അണിനിരത്തിയാണ് തരംഗിണി ലളിതഗാനങ്ങൾ ഒരുക്കിയത്. 1983 പുറത്തിറക്കിയ ഉത്സവ ഗാനങ്ങൾ വോളിയം 1 എന്ന ആൽബം വലിയ ചരിത്ര വിജയമായി മാറി. രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകിയ ആ ആൽബത്തിലെ എന്നും ചിരിക്കുന്ന സൂര്യ എന്ന ഗാനം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. തുടർന്ന് 1986 യൂസഫ് അലി കേച്ചേരിയും MS വിശ്വനാഥനും ഒന്നിച്ച ആവണിപ്പൂക്കൾ എന്ന ആൽബവും വലിയ ഹിറ്റായി മാറി. ലളിത ഗാനങ്ങൾക്ക് പുറമെ ഭക്തിഗാനങ്ങളുടെ രംഗത്തും തരംഗിണി തരംഗമായി മാറി. എല്ലാ മതങ്ങളുടെയും ഭക്തിഗാനങ്ങൾ അവർ പുറത്തിറക്കി. ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം മത വിശ്വാസികൾക്കായി 100 കണക്കിന് കാസറ്റുകൾ തരംഗിണി വിപണിയിൽ എത്തിച്ചു. 9th ഏഞ്ചൽ റെക്കോർഡ്സ് എന്ന ലേബലിൽ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അവർ ഇറക്കി. ഗംഗാതീർത്ഥം, തുളസി തീർത്ഥം, മയിൽപീലി തുടങ്ങി നിരവധി ആൽബങ്ങൾ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 1986 പുറത്തിറങ്ങിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ വോളിയം 6 ദക്ഷിണേന്ത്യ മുഴുവൻ വലിയ തരംഗമായി മാറി. ഗംഗയമരൻ സംഗീതം നൽകി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി വരികൾ എഴുതിയ ആ ഗാനങ്ങൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളിലാണ് തരംഗിണി പുറത്തിറക്കിയത്. ഇതെല്ലാം വലിയ സാമ്പത്തിക വിജയമായി മാറി. യേശുദാസിനെ കൂടാതെ നിരവധി പ്രതിഭകൾ ഈ സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. 1981 ആലപ്പി രംഗനാഥ് തരംഗിണിയുടെ സ്റ്റാഫ് മ്യൂസിക് ഡയറക്ടറായി ചുമതലയേറ്റു. പ്രശസ്ത നടൻ സത്യന്റെ മകൻ സതീഷ് സത്യനായിരുന്നു 1982 മുതൽ 86 വരെ തരംഗിണിയുടെ മാനേജറായി പ്രവർത്തിച്ചത്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ R. ഗോപാലകൃഷ്ണൻ പകർത്തിയ ചിത്രങ്ങളായിരുന്നു അക്കാലത്തെ ഭൂരിഭാഗം കാസറ്റ് കവറുകളിലും ഉപയോഗിച്ചിരുന്നത്. KS ചിത്ര, സുജാത മോഹൻ, MG ശ്രീകുമാർ തുടങ്ങി നിരവധി ഗായകർക്കും തരംഗിണി അവസരങ്ങൾ നൽകി. ചുരുക്കത്തിൽ 1980കളിലും 90കളിലും കേരളത്തിലെ സംഗീത ലോകത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് തരംഗിണിയായിരുന്നു. എന്നാൽ വലിയ വിജയങ്ങൾക്കൊപ്പം തന്നെ നിരവധി പ്രതിസന്ധികളും തരംഗിണിയെ കാത്തിരിപ്പുണ്ടായിരുന്നു. കേരളത്തിലെ തൊഴിലാളി പ്രശ്നങ്ങളും സമരങ്ങളും തരംഗിണിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. നിരന്തരമായ തൊഴിൽ തർക്കങ്ങൾ കാരണം തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയുടെ പ്രവർത്തനം പലപ്പോഴും തടസ്സപ്പെട്ടു. ജീവനക്കാരുടെ സമരങ്ങൾ കൂടിയതോടെ മാനേജ്മെന്റ് കടുത്ത തീരുമാനങ്ങൾ എടുത്തു.
ഒടുവിൽ 1992 തരംഗിണിയുടെ ഓഫീസും പ്രധാന സ്റ്റുഡിയോയും കേരളത്തിൽ നിന്നും ചെന്നൈയിലെ അഭിരാമപുരത്തേക്ക് മാറ്റാൻ യേശുദാസ് നിർബന്ധിതനായി. അതോടൊപ്പം ചെന്നൈയിൽ സ്റ്റുഡിയോ 27 എന്ന പേരിൽ ഒരു പുതിയ വോയിസ് മിക്സിംഗ് സ്റ്റുഡിയോയും അദ്ദേഹം ആരംഭിച്ചു. എങ്കിലും 2005 വരെ ചെറിയ രീതിയിലുള്ള റെക്കോർഡിംഗ് ജോലികൾ തിരുവനന്തപുരത്ത് നടന്നിരുന്നു. കേരളത്തിൽ നിന്നും തരംഗിണി മാറ്റിയത് മലയാള സംഗീത ലോകത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. പിന്നീട് 2004 തരംഗിണിയെ സംബന്ധിച്ച് വലിയൊരു വിവാദം കേരളത്തിലുണ്ടായി. തരംഗിണി റെക്കോർഡ്സിന്റെ പകർപ്പവകാശമുള്ള ഗാനങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പാടണമെങ്കിൽ ഗായകർ റോയൽറ്റി നൽകണമെന്ന് യേശുദാസ് ആവശ്യപ്പെട്ടു. സംഗീത ലോകത്ത് ഇത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. പഴയകാല ഗാനങ്ങൾ പാടുന്നതിന് പണം നൽകണമെന്ന നിയമത്തോട് പല പുതിയ ഗായകരും എതിർപ്പ് പ്രകടിപ്പിച്ചു. ഉണ്ണിമേനോനെ പോലെയുള്ള ഗായകർ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ്സ് സൊസൈറ്റി അടക്കമുള്ള സംഘടനകൾ ഈ വിഷയം ചർച്ച ചെയ്തു. തരംഗിണി പോലൊരു വലിയ സ്ഥാപനത്തിൽ നിന്നും ഇത്തരം ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പാട്ടുകളുടെ പകർപ്പവകാശത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴി തുറന്നു. കാലം മുന്നോട്ട് പോയതോടെ സാങ്കേതിക വിദ്യയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഓഡിയോ കാസറ്റുകളുടെ കാലം പതിയെ അവസാനിക്കാൻ തുടങ്ങി. കോമ്പാക്ട് ഡിസ്കുകളും പെൻ ഡ്രൈവുകളും പിന്നീട് ഇന്റർനെറ്റും വന്നതോടെ കാസറ്റ് വിപണി പൂർണ്ണമായും തകർന്നു. ജനങ്ങൾ മൊബൈൽ ഫോണുകളിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. ഈ മാറ്റം തരംഗിണിക്കും വലിയ തിരിച്ചടിയായി. കാസറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന രീതി അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ പതിയെ തിരുവനന്തപുരത്തെ ഒരു പ്രതാപകാലം ഓർമ്മകളിലേക്ക് മറഞ്ഞു. തരംഗിണി എന്ന കാസറ്റ് സാമ്രാജ്യം കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ഇല്ലാതായി എന്ന് തന്നെ പറയാം. എന്നാൽ തരംഗിണി പൂർണ്ണമായും അവസാനിച്ചിരുന്നില്ല. കാലത്തിനനുസരിച്ച് മാറാൻ മാനേജ്മെന്റ് തയ്യാറായി. 1998 കമ്പനിയുടെ രജിസ്ട്രേഷൻ അമേരിക്കയിലേക്ക് മാറ്റി. ഡോക്ടർ KJ യേശുദാസ് ഓഡിയോ ആൻഡ് വിഷ്വൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിലാണ് ഇപ്പോൾ കമ്പനി അറിയപ്പെടുന്നത്. ഇന്ന് തരംഗിണിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നടക്കുന്നത്. യേശുദാസും ഭാര്യ പ്രഭയും മക്കളും ഇന്ന് അമേരിക്കയിലെ ഡാലസിലാണ് താമസിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് അവർ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. യേശുദാസിനൊപ്പം ഭാര്യ പ്രഭയും മക്കളായ വിനോദ്, വിജയ്, വിശാൽ എന്നിവരും കമ്പനിയുടെ ഡയറക്ടർമാരാണ്. ഇന്ന് തരംഗിണി.com എന്ന വെബ്സൈറ്റിലൂടെ പഴയകാല ഗാനങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. തരംഗിണിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും അവർ പുറത്തുവിടുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് തരംഗിണി സരി സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേരിൽ ഒരു മ്യൂസിക് സ്കൂളും യേശുദാസ് സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് സംഗീതം പഠിക്കാൻ വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ തരംഗിണി റെക്കോർഡ്സ് മലയാളികൾക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. റേഡിയോയിൽ മാത്രം പാട്ടുകൾ കേട്ടിരുന്ന ഒരു തലമുറയ്ക്ക് കാസറ്റുകളിലൂടെ സംഗീതം സ്വന്തമാക്കാനുള്ള അവസരം നൽകിയത് അവരാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും കാലത്തിന്റെ മാറ്റങ്ങളും തരംഗിണിയുടെ രൂപം മാറ്റിയെങ്കിലും അവർ ബാക്കി വെച്ച സംഗീതം ഇന്നും മലയാളികളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ച് ഡിജിറ്റൽ രൂപത്തിൽ ഇന്നും ആ സംഗീതയാത്ര തുടരുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം തരംഗിണിയും ആ പാട്ടുകളും ഒരിക്കലും മരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.